നമസ്കാരം സുഹൃത്തുക്കളെ. കാലം അതിൻ്റെ ചക്രങ്ങൾ അതിവേഗം കറക്കുകയാണ്. ചില നേരങ്ങളിൽ നക്ഷത്രങ്ങൾ ആകാശത്ത് രഹസ്യം പറയാറുണ്ട്. ആ രഹസ്യങ്ങൾ കേൾക്കാൻ കാതോർത്തിരുന്നാൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ കാൽപ്പെരുമാറ്റം നമുക്ക് കേൾക്കാം. മാർച്ച് 20 മുതൽ 24 വരെയുള്ള ആ 5 ദിവസങ്ങൾ കലണ്ടറിലെ വെറും അക്കങ്ങളല്ല. പ്രത്യേകിച്ച് 2 രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്കും വൃശ്ചിക രാശിക്കാർക്കും ഈ ദിവസങ്ങളിൽ ജീവിതമൊരു ത്രില്ലർ സിനിമ പോലെ മാറാൻ പോവുകയാണ്. അവിശ്വസനീയമായ, ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ പോകുന്നു. അതെന്താണെന്നല്ലേ? അത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്താൻ പോകുന്നു. കഷ്ടപ്പാടുകൾ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരും. ആഗ്രഹിച്ചതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നേടിയെടുക്കാൻ സാധ്യമാകും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുക. മാർച്ച് 20 മുതൽ 24 വരെ ഈ 5 ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന 2 രാശിക്കാരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ നക്ഷത്ര ജാതകർ മനസ്സിൽ അല്പം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു കാര്യം നടന്നു കിട്ടുമെന്ന്. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു വലിയ ഭാഗ്യത്തിൻ്റെ കൊടുങ്കാറ്റ് ഇവരുടെ മേൽ പതിക്കാൻ പോവുകയാണ്. ഇവർ വെറും സാധാരണക്കാരല്ല. ഇവരുടെ ഭാഗ്യം മിന്നി തിളങ്ങാൻ പോവുകയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ ഇവർക്ക് അവസാനിച്ച് കിട്ടാൻ പോവുകയാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും. നമുക്ക് ആദ്യമായി ആ 2 രാശിക്കാരെ, മേടൻ രാശിക്കാരെക്കുറിച്ച് സംസാരിക്കാം. രാശിചക്രത്തിലെ ആദ്യത്തെ ആളാണ്. അഗ്നിയുടെ പുത്രനാണ് മേടൻ രാശി. പഴയൊരു ജ്യോതിഷ മിത്തുണ്ട്. മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ ആകാശത്ത് തൻ്റെ രഥം തെളിയിക്കുമ്പോൾ ഭൂമിയിൽ ധൈര്യശാലികൾക്ക് വഴി തുറക്കപ്പെടുമെന്ന്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളൊരു ഇരുളടഞ്ഞ ഗുഹയിലകപ്പെട്ടത് മാറുകയാണ്. നിങ്ങളൊരു ഇരുളടഞ്ഞ ഗുഹയിൽ അകപ്പെട്ടിരുന്നു. എന്നാൽ ഇനിയൊരു വലിയ മാറ്റമാണ് മേടൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊന്നും ഫലം കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും മാറാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ്. മാർച്ച് 20 മുതൽ 24 വരെ സൂര്യൻ നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലയളവിൽ ഒരു മാന്ത്രിക മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരുപക്ഷെ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു സ്വപ്നം, അല്ലെങ്കിൽ കിട്ടില്ലെന്നുറപ്പിച്ച ഒരു പണം, അല്ലെങ്കിൽ ഒരു ജോലി, അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ, അത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ പക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ എത്തുന്ന സമയമാണിത്.
സാഹിത്യകാരനായ OV വിജയൻ പറഞ്ഞതുപോലെ ചില യാത്രകൾ അവസാനിക്കുന്നത് പുതിയൊരു തുടക്കത്തിലേക്കാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഇത് കേവലം ഭാഗ്യമല്ല, നിങ്ങളുടെ അധ്വാനത്തിന് പ്രപഞ്ചം നൽകുന്ന പ്രതിഫലമാണ്. ഒരുപക്ഷെ വീട് പണി മുടങ്ങിയവർക്കോ വിദേശയാത്ര മുടങ്ങിയവർക്കോ ഈ 5 ദിവസത്തിനുള്ളിൽ ഒരു ഞെട്ടിക്കുന്ന ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും, ഉറപ്പാണ്. ഏതായാലും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും. അപ്രതീക്ഷിതമായ ഒരു കാര്യം മേടൻ രാശിക്കാർക്ക് ഈ വരുന്ന 5 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടും. ഇനി നമുക്ക് വൃശ്ചിക രാശിയിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് മേടരാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് എങ്കിൽ ഇനി വൃശ്ചിക രാശിക്കാരെ കുറിച്ചറിയാം. വിശാഖം, അനിഴം, തൃക്കേട്ട. നിഗൂഢതയുടെ രാശിയാണ് വൃശ്ചിക രാശി. പുറമേ ശാന്തമെങ്കിലും ഉള്ളിൽ സമുദ്രം പോലെ ആഴമുള്ളവർ. വൃശ്ചികത്തെക്കുറിച്ചൊരു മിത്തുണ്ട്. ഈ രാശിക്കാർ തോറ്റ് എന്ന് ലോകം കരുതിയിടത്ത് നിന്ന് അവർ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരുമെന്ന്. പ്രിയപ്പെട്ട വൃശ്ചിക രാശിക്കാരെ, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ, നിങ്ങളൊരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുക. മാർച്ച് 21-നും 23-നും ഇടയിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഒരു അപൂർവ സംഗമം നടക്കുന്നുണ്ട്. എന്തായിരിക്കും ആ ഞെട്ടിക്കുന്ന കാര്യം? ഒരുപക്ഷെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലോ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു തർക്കം പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അതല്ലെങ്കിൽ ജോലിസ്ഥലത്ത് നിങ്ങളെ തളച്ചിടാൻ നോക്കിയവർക്ക് മുന്നിൽ നിങ്ങളൊരു രാജാവായി വാഴുന്ന കാഴ്ചയാകും കാണാൻ പോകുന്നത്. കവികൾ പാടാറില്ലേ, ഇരുളിലെരിയുന്ന വിളക്കായി നീ മാറുമെന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മായ്ക്കാൻ ഈ പ്രകാശം ഈ 5 ദിവസത്തിനുള്ളിൽ തെളിയും. ലോട്ടറി അടിക്കുന്നത് പോലെ പെട്ടെന്നൊരു സാമ്പത്തിക നേട്ടം നിങ്ങളെ ഞെട്ടിച്ചേക്കാം. പക്ഷെ ഓർക്കുക, ആ കിട്ടുന്ന നിധി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഈ 2 രാശിക്കാർക്കും ഒരുപോലെ ബാധകമായ ഒരു കാര്യമുണ്ട്. ഭാഗ്യം വാതിലിൽ മുട്ടുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കരുത്. ഈ ദിവസങ്ങളിൽ സാധുക്കൾക്ക് എന്തെങ്കിലും സഹായം നൽകുന്നത് ഗ്രഹദോഷങ്ങൾ മാറാൻ സഹായിക്കും. ഭാഗ്യം വരുന്നു എന്ന് കരുതി അഹങ്കരിക്കരുത്. പുഴ ഒഴുകുന്നത് പോലെ ശാന്തമായിരിക്കുക. എനിക്ക് സാധിക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ ജ്യോതിഷ പരിഹാരം. ജ്യോതിഷം എന്നത് വെറും പ്രവചനമല്ല, അത് പ്രപഞ്ചം നമുക്ക് നൽകുന്ന സൂചനകളാണ്. ആ സൂചനകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് വിധിയെപ്പോലും മാറ്റിയെഴുതാം. അപ്പോൾ മേടം, വൃശ്ചികൻ രാശിക്കാരെ, ആവേശകരമായ ആ 5 ദിവസങ്ങൾക്കായി കാത്തിരിക്കൂ. മാർച്ച് 20 മുതൽ 24 വരെ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ രാശി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.